സ്റ്റീൽ പാത്രം വിൽക്കുന്ന ചേട്ടൻ ഓണടിച്ച് പോകുന്നതായിട്ടുണ്ട് ഓടി വന്നതാണ്, എന്തൊക്കെയുണ്ടെന്ന് നോക്കാനായിട്ട് വന്നത്. പക്ഷേ ഞാൻ വന്നപ്പോഴത്തേക്ക് ചേട്ടൻ വണ്ടി വിട്ടുപോയി കേട്ടോ. അപ്പം വാങ്ങിക്കാനൊന്നുമല്ല, ജസ്റ്റ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ച് മാത്രം ഓടി വന്നതാണ്. അപ്പോൾ ഒന്നുമില്ലായിരുന്നു കേട്ടോ. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അടുത്തുള്ള ചെറിയ ബണ്ടുകളൊക്കെ തുറന്നു വിട്ടിട്ട് ആറ്റിലൂടെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മീൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കുരിക്കൊടുക്കൊക്കെ ഇട്ട് ഞങ്ങൾ കാത്തിരിക്കുക. കുറേ ദിവസമായി കേട്ടോ, ഒത്തിരി നാളുകളായി ഇച്ചിരി മീനൊക്കെ കിട്ടിയിട്ട് കേട്ടോ, ഒന്ന് വറുത്ത് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പം അതൊക്കെ ഇട്ടിട്ട് നോക്കി ഇവിടെ നിൽക്കുകയാണ്. അപ്പം നല്ല മഴയൊക്കെ പെയ്തിട്ട് ആകെപ്പാടെ ഒന്ന് വൃത്തികേടായിട്ട് എടുക്കുക. അങ്ങനെ മിറ്റുമൊക്കെ ഒന്ന് തൂത്ത് അവിടെ കിടന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പറക്കി കുറച്ച് തൊണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വെയിലത്തോട്ടൊന്ന് നീക്കിയിട്ടു. അങ്ങനെ കഞ്ഞിയൊക്കെ അടുപ്പത്ത് തിളയ്ക്കാനായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഞങ്ങൾ കിട്ടിയിട്ട് കുറേ നേരമായി, 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ നമുക്കൊരു ചട്ടി മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പരൽ, നല്ല വലിപ്പം വെച്ചിട്ടുള്ള നല്ല പരൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ നമ്മുടെ ആറ് കിടക്കുന്നുണ്ട്, നല്ലപോലെ ബണ്ടൊക്കെ തുറന്നിട്ടിട്ട് നല്ല ഒഴുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ മീനെല്ലാം അങ്ങ് വെട്ടി വൃത്തിയാക്കി. ഇതൊരു 3/4 മണിക്കൂറത്തെ പരിപാടിയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നങ്ങ് വെട്ടിയപ്പോഴത്തേക്ക് പെട്ടെന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു സെറ്റ് മീൻ മാത്രമാണ്. ഇതിപ്പോൾ നല്ലപോലെ അങ്ങ് കഴുകി വൃത്തിയാക്കി എടുത്തു. ഇച്ചിരി പുളിയിലേക്ക് ഇട്ട് നല്ലപോലെ അങ്ങ് കഴുകി അതിൻ്റെ ഒരു ഉളുമ്പ് മണമൊക്കെ മാറാനായിട്ട് കിട്ടും. അങ്ങനെ അതൊക്കെ നല്ലപോലെ വൃത്തിയാക്കി കഴുകിയെടുത്തിട്ട് ശേഷം ബാക്കി കുറച്ച് മീനുകളുണ്ടായിരുന്നു, അതും കൂടെ നല്ലപോലെ ഇട്ട് കഴുകി കേട്ടോ. ഈ മൺകുടത്തിലിട്ട് കഴിയാലുണ്ടല്ലോ അതിലെ ചെതുമ്പലും മറ്റഴുക്കുകളും എല്ലാം അങ്ങ് പോകും, അതിൻ്റെ ഒരു അരത്തിൽ കൊണ്ടിട്ടെല്ലാം അങ്ങ് പോകും കേട്ടോ. അങ്ങനെ ഇന്ന് കിട്ടിയ മീൻ എന്തൊക്കെയാണെന്ന് അറിയാം, കുറച്ച് വയമ്പ്, പള്ളത്തി, പിന്നെ അതുപോലെ നല്ല പരലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വയമ്പും പള്ളത്തിയും എല്ലാം അങ്ങ് വറുത്തെടുത്തു. പരൽ നല്ല മാങ്ങ വെച്ച് തേങ്ങയൊക്കെ വെച്ച് നല്ലൊരു തോരനോട് ഇങ്ങനെ പറ്റിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ അത്രയുള്ള വീഡിയോ. ടാറ്റാ ബൈ, സീ യു.